ട്രാഫിക് പോലീസായ വാങ് ഓവർ സ്പീഡിൽ വന്നൊരു കാർ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷമാണ് അകത്തുള്ളത് പോലീസ് ചീഫ് ആണെന്ന് മനസ്സിലാവുന്നത്. എന്നാലും വാങ് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് ഫൈൻ അടിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് പോലീസ് ചീഫ് വാങ്ങിനെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം വാങ്ങിനോട് ഫേക്ക് ആയ ഒരു ബാങ്ക് റോബറി ഡ്രില്ല് മീഡിയാസിന് മുന്നിൽ നടത്താൻ പോകുന്നതായി പറയുന്നു. അത് മാത്രമല്ല അതിൽ കള്ളന്റെ വേഷം ചെയ്യേണ്ടത് വാങ് ആണെന്നും പറയുന്നു. ആക്ച്വലി അദ്ദേഹം വാങ്ങിനോട് പ്രതികാരം ചെയ്യുന്നതിനായാണ് ഈ റോള് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതാണ് താൻ ചെയ്ത വലിയ തെറ്റെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. കാരണം വാങ് എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നയാളാണ്. അതുകൊണ്ട് അയാൾ ദിവസം മുഴുവനും മൂവീസിൽ നിന്നും ബുക്സിൽ നിന്നും മനസ്സിലാക്കി ആ ഡ്രില്ല് ചെയ്യാൻ റെഡിയാവുന്നു. അത് മാത്രമല്ല ഡ്രില്ല് നടക്കുന്നതിന് മുൻപ് തന്നെ ബാങ്കിനകത്തേക്ക് വന്ന് മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കുന്നു. അതിനുശേഷം ഡ്രില്ല് നടക്കുന്ന ദിവസം എത്തുന്നു. അപ്പോൾ വാങ് ബാങ്കിനകത്ത് കയറി കുറച്ചു സമയത്തിൽ തന്നെ പോലീസും മീഡിയാസും അവിടേക്ക് വരുന്നു. പോലീസ് ചീഫ് വൈകാതെ തന്നെ ഈ സിറ്റുവേഷൻ കൺട്രോളിലേക്ക് കൊണ്ടുവരുമെന്ന് മീഡിയാസിനോട് സംസാരിക്കുന്നു. പക്ഷെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വാങ് ബാങ്ക് ഫുള്ള് ലോക്ക് ചെയ്ത് ക്യാമറാസും കവർ ചെയ്യുന്നു. അത് കണ്ട് പാനിക്കായ ചീഫ് ഡ്രില്ലിനെ കൂടുതൽ സീരിയസ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. പക്ഷെ വാങ് യഥാർത്ഥ കള്ളന്മാർ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കള്ളന്മാരെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുന്നു. ചീഫ് വേറെ വഴിയില്ലാതെ സ്വാറ്റ് ടീമിനെ അകത്തേക്ക് അയക്കാൻ റെഡിയാവുന്നു. പക്ഷെ വാങ് ഓൾറെഡി അതിനും പ്രിപ്പയർ ആയാണ് ഇരിക്കുന്നത്. സ്വാറ്റ് അകത്തേക്ക് വന്നതും അവരുടെ മൂവ്മെന്റ്സ് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന വാങ് അവർ വാളറ്റിനകത്തേക്ക് കയറി അടുത്ത നിമിഷം തന്നെ വെന്റിലേഷൻ ഓഫ് ചെയ്യുന്നു. അത് കാരണം എയർ സർക്കുലേഷൻ കട്ടായി അതിനകത്തുണ്ടായിരുന്നവരെല്ലാം ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. അവസാന നിമിഷം ഡോർ ഓപ്പൺ ചെയ്ത വാങ് അവരെല്ലാവരും മരിച്ചെന്ന് ടാഗ് ഒട്ടിച്ച് അയക്കുന്നു. അങ്ങനെ പോലീസുകാർക്കുണ്ടായിരുന്ന ഒരു ചാൻസ് മിസ്സാവുന്നു. അതുകൊണ്ട് രാത്രി വരെയും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം വെറും ലോക്കൽ ന്യൂസായി തുടങ്ങിയ ഇക്കാര്യം നാഷണൽ ന്യൂസായി മാറുന്നു. അതിനുശേഷം വാങ് തന്റെ ഡിമാൻഡ്സ് പറയുന്നു. അയാൾ ഒരു ബസ്സും ബോട്ടും ചോദിച്ച് ഹാർബറിലെത്തിയതും പിടിച്ചു വെച്ചിരിക്കുന്നവരെല്ലാം റിലീസ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ ഇതിന് സമ്മതിച്ചാൽ ഡ്രില്ലിൽ പോലീസുകാർ തോൽക്കുന്നത് മാത്രമല്ല ചീഫിന് നാണക്കേടാവും. അതുകൊണ്ട് ബസ് കൊടുക്കാൻ സമ്മതിച്ചിട്ട് വാങ് പുറത്തേക്ക് വന്നയുടൻ ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഹോസ്റ്റേജസ് പുറത്തു വന്നതും പോലീസുകാർ ഷോക്കാവുന്നു. കാരണം അവരെല്ലാവരും കുടവച്ച് മുഖം കവർ ചെയ്ത് കാണാൻ ഒരുപോലെയാണുള്ളത്. അതുകൊണ്ട് ചീഫിന്റെ അടുത്ത പ്ലാന് ഫെയിൽ ആയതും തോൽക്കാൻ പാടില്ലെന്ന ദേഷ്യത്തിൽ മുഴുവൻ പോലീസ് ഫോഴ്സിനെയും അവരെ ഫോളോ ചെയ്യാൻ പറയുന്നു. പക്ഷെ അവർ ഹാർബറിൽ എത്തിയതിനു ശേഷമാണ് വാങ് ആ ബസ്സിലില്ലെന്ന് മനസ്സിലാവുന്നത്. അവസാനം വാങ് എല്ലാ പോലീസ് ഫോഴ്സിനെയും ഡൈവേർട്ട് ചെയ്ത് വളരെ ഈസിയായി ബാങ്കിൽ നിന്ന് പുറത്തു വരുന്നു.